തമിഴ്നാട്ടിൽ നിന്നൊരു ഉപരാഷ്ട്രപതി, അതാണ് പുതിയ ട്രംപ് കാർഡ്. നിരവധി പ്രധാന പേരുകൾ പരിഗണിച്ചിട്ടും ഒടുവിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള CP രാധാകൃഷ്ണനെ തന്നെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കാനുള്ള മോദിയുടെ നീക്കത്തിന് പിന്നിൽ ചെറിയ ലക്ഷ്യമല്ല. അതിന് BJPയുടെ പ്രൊജക്ട് തമിഴ്നാട്ടിലേക്ക് നീളുന്ന അടിവേരുകളുണ്ട് എന്ന് വേണം നിലവിലെ നീക്കങ്ങളിൽ നിന്ന് വിലയിരുത്താൻ. എന്നാൽ അതേ തമിഴക രാഷ്ട്രീയ നാണയത്തിൽ തന്നെ മറുപടി നൽകി പിടിച്ചു നിൽക്കാനും ഐക്യം പ്രതിഫലിപ്പിക്കാനും പ്രതിപക്ഷ സഖ്യവും സജ്ജമാവുകയാണ്. ആദ്യം കാണാം RDX റാപ്പ്. മഹാരാഷ്ട്ര ഗവർണറും തമിഴ്നാട്ടിൽ നിന്നുള്ള BJP നേതാവുമായ CP രാധാകൃഷ്ണനെയാണ് NDA ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. ഇന്നലെ ചേർന്ന BJP പാർലമെന്ററി പാർട്ടി യോഗത്തിലായിരുന്നു തീരുമാനം. സമവായത്തിലൂടെ CP രാധാകൃഷ്ണനെ ഉപരാഷ്ട്രപതിയാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ പങ്കുവച്ചിരുന്നു. നിരവധി പേരുകൾ ചർച്ചയിൽ ഉയർന്നിട്ടും തമിഴ്നാട്ടിൽ നിന്ന് തന്നെ സ്ഥാനാർത്ഥിയെ നിർത്തിയ BJPയുടേത് ശക്തമായ പ്രാദേശിക രാഷ്ട്രീയ നീക്കമാണെന്ന് പ്രതിപക്ഷം വിലയിരുത്തുന്നു. അതിന് തമിഴകത്ത് നിന്ന് തന്നെ ഒരാളെ കളത്തിലിറക്കി മറുപടി നൽകാനാണ് പ്രതിപക്ഷ സഖ്യം ലക്ഷ്യമിടുന്നത്. അത് രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്ന് വേണോ മറിച്ചാകണോ എന്നതിലാണ് ഇപ്പോൾ സജീവ ചർച്ച. വോട്ടധികാർ യാത്രയുമായി ബീഹാറിലുള്ള രാഹുലുമായി ചർച്ച നടത്തിയ ശേഷം നാളെയായിരിക്കും ഇന്ത്യ സഖ്യം അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുക. DMKയുടെ രാജ്യസഭാ MP തിരുച്ചി ശിവ, ISRO മുൻ ശാസ്ത്രജ്ഞൻ അണ്ണാ ദുരൈ തുടങ്ങിയവരുടെ പേരുകളെല്ലാം ഉയർന്നു കേൾക്കുന്നുണ്ട്. സെപ്റ്റംബർ 9 ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ്. ഈ മാസം 22 വരെയാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. പത്രിക പിൻവലിക്കാൻ 25 വരെ സമയമുണ്ടാകും. RDX റാപ്പ് ന്യൂസ് മലയാളം. പെട്ടെന്ന് ഡാറ്റാ ഷീറ്റ് പരിശോധിക്കാം. തമിഴകത്ത് നിന്ന് NDA സ്ഥാനാർത്ഥി വരികയാണ്. സംഘപരിവാർ പശ്ചാത്തലമുള്ളയാളെ തന്നെ ഉപരാഷ്ട്രപതിയാക്കാൻ BJP തീരുമാനമെടുത്തു എന്നാണ് രാഷ്ട്രീയ കൗതുകം. ധൻഖറിനെ പോലെ BJP നിലപാടുമായി ഒത്തുപോകാതിരുന്നാൽ സർക്കാരിന് തിരിച്ചടിയാകും എന്ന തോന്നലുണ്ട്. CP രാധാകൃഷ്ണൻ തമിഴ്നാട്ടിൽ നിന്നുള്ള മുതിർന്ന BJP നേതാവാണ്. നിലവിൽ മഹാരാഷ്ട്ര ഗവർണറുമാണ് എന്ന് കാണണം. സംസ്ഥാനത്തെ BJP പ്രക്ഷോഭങ്ങളുടെ നേതൃനിരയിലുള്ളതിനാൽ തമിഴക മോദി എന്നറിയപ്പെടുന്നയാളാണ് അദ്ദേഹം. 2004-2007 വരെ BJP തമിഴ്നാട് അധ്യക്ഷനായിരുന്നു. 2 തവണ കോയമ്പത്തൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് എത്തി എന്നത് നമ്മൾ അറിയണം. RSSുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് CP രാധാകൃഷ്ണൻ എന്ന് ഇതിനകം തന്നെ വാർത്ത ശ്രദ്ധിക്കുന്ന ആളുകൾക്കറിയാം. തമിഴ്നാട്ടിൽ നിന്നുള്ള 3ാമത്തെ ഉപരാഷ്ട്രപതിയാകും വിജയിച്ചാൽ CP രാധാകൃഷ്ണൻ. മോദി കാലത്ത് ദക്ഷിണേന്ത്യയിൽ നിന്ന് വരുന്ന 2ാമത്തെ ഉപരാഷ്ട്രപതിയാകും അദ്ദേഹം. തമിഴ്നാട്ടിലെ ഗൗണ്ടർ സമുദായാംഗമായ CP രാധാകൃഷ്ണൻ തിരുപ്പൂർ സ്വദേശിയാണ്. ഏകകണ്ഠ തെരഞ്ഞെടുപ്പിനായി പ്രതിപക്ഷവുമായി ചർച്ച ചെയ്യുമെന്ന് BJP ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ട്. പ്രാദേശിക രാഷ്ട്രീയം ആയുധമാക്കുമ്പോൾ അതേ തലത്തിൽ മറുപടി നൽകാനാണ് പ്രതിപക്ഷം ഇപ്പോൾ ആലോചിക്കുന്നതെന്നാണ് അറിയുന്നത്. NDAയുടെ ദക്ഷിണേന്ത്യൻ മുന്നേറ്റം തടയാൻ ഇത് അത്യാവശ്യമാണെന്ന് വിലയിരുത്തുന്നു പ്രതിപക്ഷം. ഇന്ത്യ സഖ്യം BJP രാധാകൃഷ്ണനെ നിർത്തുന്നതിൽ ആത്മാർത്ഥതയില്ല എന്ന് DMK ഇതിനകം തന്നെ അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. DMK രാജ്യസഭാ MP തിരുച്ചി ശിവയെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കാൻ ഇന്ത്യ സഖ്യത്തിൽ ആലോചന ശക്തമാണ്. രാഷ്ട്രീയത്തിന് അതീതമായ മുഖം വരട്ടെ എന്ന നിർദ്ദേശവുമായി തൃണമൂൽ കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിനകം TMC നിർദ്ദേശപ്രകാരം നടന്ന ചർച്ചയിൽ ഉയർന്നത് ISRO മുൻ ശാസ്ത്രജ്ഞൻ M അണ്ണാദുരൈയുടെ പേരാണ് എന്നും നമ്മൾ അറിയുന്നു. ഇതാണ്, നമുക്ക് ഒരുപാട് സമയമില്ല, പക്ഷേ വലിയ രാഷ്ട്രീയമായിട്ട് തന്നെ കാണേണ്ടുന്ന കാര്യം. ഏതാണ്ട് ആ ഡേറ്റാ ഷീറ്റിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് ഇത് അവിടെ ഒരു തമിഴക രാഷ്ട്രീയത്തെ പിടിക്കുക എന്നതുകൂടിയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുതന്നെയാണ് തമിഴ്നാടിനെ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾക്ക് തോന്നുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു സംഘപരിവാർ പശ്ചാത്തലം ഇല്ലാത്ത ഒരാളെ ഇനി ഇത്തരം നിർണായകമായ സ്ഥാനങ്ങളിലേക്ക്, പ്രത്യേകിച്ച് രാജ്യസഭാ അധ്യക്ഷൻ്റെ സ്ഥാനത്തേക്കൊക്കെ കൊണ്ടുവരുന്നതാണ്. ഉപരാഷ്ട്രപതി എന്ന് തെരഞ്ഞെടുപ്പിലും ഇപ്പോഴും നമ്മൾ പ്രയോഗിക്കുമെങ്കിലും ആത്യന്തികമായി രാജ്യസഭയുടെ അധ്യക്ഷനായി ഇരിക്കേണ്ട ആൾ കൂടിയാണ്. അങ്ങനെ ഒരു സ്ഥാനത്തേക്ക് ഒരു കാരണവശാലും ഒരു സംഘപരിവാർ പശ്ചാത്തലം ഇല്ലാത്ത ഒരാളെ കൊണ്ടുവന്ന് ഇരുത്തരുത് എന്ന് കൃത്യമായി തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തെ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയം. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് ചോരി വിവാദം രാജ്യത്ത് കത്തിപ്പടരുകയാണല്ലോ. കേന്ദ്ര സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി പ്രതിപക്ഷം വോട്ട് ചോരിയിൽ അടുത്തിടെ ഒന്നും കണ്ടിട്ടില്ലാത്ത വിധം ഐക്യത്തോടെ മുന്നേറുന്നു. ഈ ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു വിധം ഒരു വിള്ളലോ അഭിപ്രായ വ്യത്യാസമോ പ്രതിപക്ഷ സഖ്യത്തിൽ ഉണ്ടാക്കുക എന്നത് കേന്ദ്ര സർക്കാരിനും BJPക്കും ഗുണം ചെയ്യും. തമിഴ് വാദം ഉയർത്തിയുള്ള ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നിലും അതുതന്നെയാണ് കണ്ണ് എന്ന് വേണം കരുതാൻ. രക്തത്തേക്കാൾ കട്ടിയുണ്ട് തമിഴകത്ത് ഭാഷയ്ക്ക് എന്ന് നമുക്കറിയാം. തമിഴ് വികാരത്തിൽ ഉന്നമിട്ട് പ്രതിപക്ഷത്തെ പ്രധാന കക്ഷികളിലൊന്നായ DMKയുടെ നേർക്ക് ഒരു ചൂണ്ട ചുഴറ്റി എറിഞ്ഞിരിക്കുന്നു BJP. അത് ഫലിക്കുമോ എന്ന് കാത്തിരുന്നറിയാം. ഇന്നത്തെ RDX പൂർണ്ണമാവുകയാണ്. ഗുഡ് നൈറ്റ്.